ദ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജിയറിൽ സാം വിൽസൺ അഥവാ ദ ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്കയുടെ മാൻഡിൽ സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് സ്റ്റീവ് റോജേഴ്സ് അഥവാ ഒറിജിനൽ ക്യാപ്റ്റൻ അമേരിക്കയാണ് തന്റെ പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ അടുത്ത ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് സാം വിൽസണെ തെരഞ്ഞെടുത്തത്. വേണമെങ്കിൽ സ്റ്റീവ് റോജേഴ്സിന് തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബക്കി ബാൺസിനെ അടുത്ത ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് തെരഞ്ഞെടുക്കാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. അതിന് പല കാരണങ്ങളും നമുക്ക് പറയുവാൻ സാധിക്കും. മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെട്ട് ഹൈഡ്രയുടെ കില്ലർ അസാസിനായി മാറിയ ബക്കി ബാൺസ് അഥവാ ദ വിന്റർ സോൾജിയർ ടോണി സ്റ്റാർക്കിന്റെ മാതാപിതാക്കളെ കൊല്ലുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്കയുടെ വൈബ്രേനിയ ഷീൽഡ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച് ആ ഷീൽഡ് സ്റ്റീവ് റോജേഴ്സിന് നൽകിയത് ടോണി സ്റ്റാർക്കിന്റെ പിതാവായ ഹോവേർഡ് സ്റ്റാർക്ക് ആണ്. അപ്പോൾ ടോണി സ്റ്റാർക്കിന്റെ മാതാപിതാക്കളെ കൊന്നവന് സ്റ്റീവ് റോജേഴ്സ് തന്റെ വൈബ്രേനിയ ഷീൽഡ് സമ്മാനിച്ചാൽ അത് ടോണി സ്റ്റാർക്കിനോട് സ്റ്റീവ് റോജേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനാദരവായിരിക്കും. ബക്കി ബാൺസ് മറ്റ് അവഞ്ചേഴ്സുമായിട്ട് അധികം ഇടപഴകിയിട്ടില്ല. മാത്രമല്ല ടോണി സ്റ്റാർക്ക്, ക്യാപ്റ്റൻ അമേരിക്ക, നടാഷ റോമനോഫ് ഇവരോടൊക്കെ വളരെ വയലന്റ് ആയിട്ടാണ് ബക്കി ബാൺസ് പെരുമാറിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ക്യാപ്റ്റൻ അമേരിക്കയുടെ മാൻഡിൽ ഏറ്റെടുത്ത് ഭാവിയിൽ അവഞ്ചേഴ്സ് എന്ന ടീമിന്റെ ലീഡർ ആയാൽ ആ ടീമിന്റെ പൂർണ്ണ വിശ്വാസം നേടിയെടുക്കാൻ ബക്കി ബാൺസിന് ചിലപ്പോൾ സാധിക്കാതെ വന്നേക്കാം. ഇത്രയും നാള് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് ഹൈഡ്രയുടെ കില്ലിംഗ് മെഷീൻ ആയിട്ടാണ് ബക്കി ബാൺസ് ജീവിച്ചത്. അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ചാൻസ് അത്യാവശ്യമാണ്. ബക്കി ബാൺസ് തന്റെ ഇനിയുള്ള ജീവിതം സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് സ്റ്റീവ് റോജേഴ്സ് ആഗ്രഹിക്കുന്നത്. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് സ്റ്റീവ് റോജേഴ്സ് തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബക്കി ബാൺസിനെ അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് തെരഞ്ഞെടുക്കാത്തത്. സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്ക ആകാൻ യോഗ്യനല്ല എന്ന് പലരും പറയുന്നുണ്ട്. ഒന്ന് ഓർക്കുക, സാം വിൽസണ് വൈബ്രേനിയ ഷീൽഡ് നൽകി അദ്ദേഹത്തെ അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക ആക്കിയത് സാക്ഷാൽ സ്റ്റീവ് റോജേഴ്സ് ആണ്. സ്റ്റീവ് റോജേഴ്സ് പോലും സാം വിൽസൺ ആണ് അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്കൊക്കെ എന്താണ് ഇത്ര കടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വലിയ ഉരുക്ക് ബോഡിയോ വെളുപ്പോ സൂപ്പർ സോൾജർ സെറമോ ഒന്നുമല്ല ഒരാളെ ക്യാപ്റ്റൻ അമേരിക്ക ആക്കി മാറ്റുന്നത്. സ്റ്റീവ് റോജേഴ്സിനെ പോലെ നല്ല മനസ്സിന് ഉടമയും എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റവുമാണ് ഒരാളെ ക്യാപ്റ്റൻ അമേരിക്ക ആക്കി മാറ്റുന്നത്. ഈ ക്വാളിറ്റീസ് ഒക്കെ സ്റ്റീവ് റോജേഴ്സ് സാം വിൽസണിൽ കണ്ടതാണ്. സൂപ്പർ സോൾജർ സെറം എടുക്കുന്നതിന് മുൻപ് സ്റ്റീവ് റോജേഴ്സിനോട് അബ്രഹാം എസ്കിൻ ഇങ്ങനെ പറയുന്നുണ്ട്. Because a strong man who has known power all his life may lose respect for that power, but a weak man knows the value of strength and knows compassion. Not a perfect soldier, but a good man. അദ്ദേഹം ഈ പറഞ്ഞതിൽ ഏറ്റവും യോഗ്യനായ വ്യക്തി സാം വിൽസൺ ആണ്. അത് എക്കാലത്തും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. സ്റ്റീവ് റോജേഴ്സ് ആകാൻ സാം വിൽസണ് സാധിക്കില്ലായിരിക്കാം. കാരണം സ്റ്റീവ് റോജേഴ്സിനെ പോലെ അദ്ദേഹം ഒരു സൂപ്പർ സോൾജർ അല്ല. മാത്രമല്ല ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിലൊക്കെ സ്റ്റീവ് റോജേഴ്സിനേക്കാൾ പിന്നിലായിരിക്കാം അദ്ദേഹം. സ്റ്റീവ് റോജേഴ്സിന് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും സാം വിൽസണ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. സ്റ്റീവ് റോജേഴ്സ് ഗ്രൗണ്ടിൽ നിന്ന് മാത്രം ഫൈറ്റ് ചെയ്യുന്നവനാണെങ്കിൽ സാം വിൽസൺ ഗ്രൗണ്ടിലും എയറിലും ഫൈറ്റ് ചെയ്യുന്നവനാണ്. സ്റ്റീവ് റോജേഴ്സിനെ പോലെ സൂപ്പർ സോൾജർ സെറം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഫാൽക്കൺ വിങ്സ് ഉണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡില് നമ്മൾ കണ്ടതാണ്. അതായത് സാം വിൽസന്റെ വിങ്സ് വൈബ്രേനിയം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന്. ആ വൈബ്രേനിയം വിങ്സ് ഉപയോഗിച്ച് റെഡ് ഹൾക്കിനോട് പോലും അദ്ദേഹം പോരാടുന്നുണ്ട്. തന്റെ വിങ്സിനെ ഡ്രോൺസ് ആക്കി മാറ്റാനും മിസൈലുകളെ ചാരമാക്കി മാറ്റാനും സാം വിൽസണ് സാധിക്കും. ഗ്രൗണ്ടിൽ വെച്ച് സാം വിൽസണെ വീഴ്ത്താൻ സാധിക്കുമായിരിക്കാം. പക്ഷെ ആകാശത്തിലേക്ക് പറന്നുയർന്നാൽ സാം വിൽസണെ തൊടാൻ നന്നായിട്ട് പാടുപെടേണ്ടി വരും. വെറും ബോ ആൻഡ് ആരോസ് ഉപയോഗിക്കുന്ന ഹോക്കൈ, ഒരു ബ്ലാക്ക് സ്യൂട്ട് ഇട്ട് പോരാടുന്ന ബ്ലാക്ക് വിഡോ, ഇവർക്കൊന്നും സൂപ്പർ പവേഴ്സ് ഇല്ല. എന്നിട്ടും നമ്മൾ അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ലേ? അതുപോലെ സാം വിൽസണെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അദ്ദേഹത്തെ ക്യാപ്റ്റൻ അമേരിക്ക ആക്കി മാറ്റിയത് സ്റ്റീവ് റോജേഴ്സ് ആണ്. സ്റ്റീവ് റോജേഴ്സ് സാം വിൽസണെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. പിന്നെ സാം വിൽസൺ കറുപ്പാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഒരു കറുത്തവൻ എങ്ങനെയാണ് ക്യാപ്റ്റൻ അമേരിക്ക ആവുക എന്ന് ചിന്തിക്കുന്നവന്മാർ ഇപ്പോഴും വർണ്ണവിവേചനത്തെ പിന്തുണയ്ക്കുന്നവരായിരിക്കാം. അവന്മാരോടൊക്കെ പോയി പണി നോക്കാൻ പറ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയുവാൻ സാധിക്കൂ. സാം വിൽസന്റെ ക്യാപ്റ്റൻ അമേരിക്കയെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് സാം വിൽസണെ നിങ്ങൾ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് അംഗീകരിക്കുന്നുണ്ടോ എന്നത് വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.